ആദ്യത്തെ ചോദ്യം, 9 പേനകൾ വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായി ലഭിച്ചു. ഡിസ്കൗണ്ട് എത്ര ശതമാനം? അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ടിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കാണാനുള്ള സൂത്രവാക്യം സൗജന്യമായി കിട്ടിയ എണ്ണം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആകെ കിട്ടുന്ന എണ്ണം. അപ്പോൾ ഇവിടെ ഒരു പേനയാണ് സൗജന്യമായി കിട്ടുന്നത്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 9 പിന്നെ ഒരു പേന സൗജന്യമായി കിട്ടുന്നുണ്ട്. അപ്പോൾ 10. 100നെ 10 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 10 ഉത്തരം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടിയത്? അതായത് ഡിസ്കൗണ്ടായി കിട്ടിയ ഒരു പേന ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ആകെ കിട്ടുന്ന എണ്ണം. അടുത്ത ചോദ്യം, ഒരു വ്യാപാരി 33 വസ്ത്രങ്ങൾ വിൽക്കുമ്പോൾ അയാൾക്ക് 11 വസ്ത്രങ്ങളുടെ വിറ്റ വില ലാഭമായി കിട്ടുന്നുവെങ്കിൽ ലാഭശതമാനം എത്ര? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ലാഭശതമാനമാണ്. അപ്പോൾ ലാഭശതമാനം കാണാനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മുടക്ക് മുതൽ. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് 11 വസ്ത്രങ്ങളാണ്. അപ്പോൾ 11 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മുടക്ക് മുതൽ എന്ന് പറയുമ്പോൾ ഈ 33 അല്ല വരിക. കാരണം 33 വസ്ത്രങ്ങൾ വിൽക്കുമ്പോൾ 11 എണ്ണം ലാഭമായി കിട്ടുന്നുണ്ട്. അപ്പോൾ 33 മൈനസ് 11 22 മുടക്ക് മുതലായിട്ട് കിട്ടുക. അപ്പോൾ 11 ഇൻറ്റു 100 ബൈ 22. ഇനി 11 നമുക്ക് 22 2 തവണ പോകും. അപ്പോൾ 100/2 50% ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, 25 പേനകളുടെ വാങ്ങിയ വില 20 പേനകളുടെ വിറ്റ വിലക്ക് തുല്യമായാൽ ലാഭശതമാനം എത്ര? അപ്പോൾ ഇവിടെയും ലാഭശതമാനം തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ അതിനുള്ള സൂത്രവാക്യം സംഖ്യകളുടെ വ്യത്യാസം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ. സംഖ്യകളുടെ വ്യത്യാസം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ. സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 25 മൈനസ് 20 5 എന്ന് കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 25ഉം 20 എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ സംഖ്യ 20. അപ്പോൾ 5 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ ഇനി ഈ 5 20ൽ 4 തവണ പോകും. അപ്പോൾ 100/4 25% എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, 8 രൂപയ്ക്ക് 5 മാങ്ങകൾ എന്ന നിരക്കിൽ വാങ്ങി 10 രൂപയ്ക്ക് 5 മാങ്ങകൾ എന്ന നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പോൾ ഇവിടെ 8 രൂപയ്ക്ക് 5 എണ്ണം വാങ്ങി. അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 40. അതുപോലെ 10 രൂപയ്ക്ക് 5 മാങ്ങകൾ വിറ്റു. അപ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് 50 കിട്ടും. ഇനി ലാഭം കാണാൻ വേണ്ടി 50ൽ നിന്ന് 40 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലാഭശതമാനം കാണാനുള്ള സൂത്രവാക്യം ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മുടക്ക് മുതൽ. അപ്പോൾ ഇവിടെ ലാഭമായി കിട്ടിയത് 10 രൂപയാണ്. 10 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നമ്മൾ വാങ്ങിയ വില, അതാണ് നമ്മൾ മുടക്ക് മുതൽ 40. ഇനി 40നെ നമുക്ക് 10 കൊണ്ട് വെട്ടാൻ പറ്റും 4 തവണ. അപ്പോൾ 100/4 25% എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കുക, 40 പേനകളുടെ വാങ്ങിയ വില 50 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ നഷ്ടശതമാനം എത്ര? അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചത് ലാഭശതമാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നഷ്ടശതമാനം കാണാനാണ്. അപ്പോൾ അതിനുള്ള സൂത്രവാക്യം സംഖ്യകളുടെ വ്യത്യാസം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ. അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 50 മൈനസ് 40 10 എന്ന് കിട്ടും. അപ്പോൾ 10 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ. നമ്മൾ നേരത്തെ ലാഭശതമാനം കാണാൻ ചെറിയ സംഖ്യ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യത്തിൽ. ഇത് നഷ്ടശതമാനമായതുകൊണ്ട് വലിയ സംഖ്യ 50. അപ്പോൾ ഇനി 50ൽ 10 5 തവണ പോകും. അപ്പം 100/5 20% എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ലാഭനഷ്ട കണക്കുകൾ ലളിതമായി തന്നെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി കണക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് വേണ്ടി
വളരെ എളുപ്പത്തിലുള്ളൊരു ട്രിക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.